ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെരിക്കേറ്റഡ് അരേലിയ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ്ങും അടങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ അരേലിക്ക് വൈറ്റ് അരേലിയ എന്നും പറയും, വേറെയും ഒരുപാട് പേരുണ്ട്. അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന് വേര് പിടിപ്പിക്കുക എന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അങ്ങനെ കാണുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഇത് പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല ഈ ഒരു അരേലിയ, എങ്കിലും നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ലീഫുള്ള ഒരു അരേലിയ പ്ലാന്റ് ആട്ടോ ഇത്. ഇതിൻ്റെ ആ വെരിക്കേറ്റഡ് ലീഫിൽ വരുന്ന ആ വെരിക്കേറ്റഡ് ആണ് നമ്മുടെ ഗാർഡൻ ഇത് മനോഹരമാക്കുന്നത്. ചെടികൾ തന്നെ ഒരുപാട് ആൾക്കാർ വളർത്തുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് ഈ അരേലിയ പ്ലാന്റ് കേട്ടോ, പ്രത്യേകിച്ചും ഈ വൈറ്റ് അരേലിയ. ഇതിൻ്റെ വെരിക്കേറ്റഡ് കണ്ടില്ല, അതും ഈ ലീഫിൻ്റെ ഒരു ഭംഗി, ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫാണ് കേട്ടോ ഉള്ളത്. കുഞ്ഞു ലീഫായിട്ട് ഇതിൻ്റെ ഒരു ഭംഗി തന്നെ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും നമ്മുടെ ഗാർഡനിലേക്ക് വരുമ്പോൾ കേട്ടോ. ഇതന്നെ ഒരുപാട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. എനിക്കിവിടെ സെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആക്കി വെക്കുന്ന കട്ടിങ്സ് എടുത്തിട്ട് ചെടി ഉണ്ടാക്കി വെക്കുന്നതൊക്കെ സെയിലായി പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ ഇത് നമുക്കറിയാം, ഇത് പ്രൂണിങ് ചെയ്തിട്ട് ബോൾ ഷേപ്പിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണേ. എപ്പോഴും പറയുന്ന ഇതുപോലെ ഞാൻ പറയട്ടെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അന്ന് ഞാൻ ബോൾ ഷേപ്പിലൊക്കെ ആക്കി വെച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കൂടി വളർന്നിട്ട് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഇതൊന്ന് വെട്ടി കൊടുക്കട്ടെ. ഒന്ന് ട്രിമ്മിങ് ചെയ്യാണ് കേട്ടോ, പ്രൂണിങ് അല്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാം ഇതിപ്പോൾ മഴക്കാലമായിട്ട് ഇന്നൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. നമുക്ക് ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ കമ്പ് മതിയിട്ട് നമുക്ക് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കറിയാം നല്ല ഭംഗിയിൽ ഇത് ഒരു വരിയായിട്ട് നമ്മുടെ ഗാർഡനിൽ വെച്ചിട്ട് വരിയായിട്ട് വെച്ചാൽ തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് അതന്നെ മതി. വേറെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും വേണ്ടിയല്ല കേട്ടോ. ഇങ്ങനത്തെ ചെടി തന്നെ ഒരു ഭാഗത്ത് ഗ്രീൻ അരേലിയ വരിയായിട്ട് ബോൾ ഷേപ്പിലാക്കി വെക്കുക, മറുഭാഗത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വൈറ്റ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരു ഗ്രീൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അടുത്തൊരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞാൻ ഇവിടെ തന്നെ സെയിലിന് കൊടുക്കാതെ എടുത്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തല്ലേ, നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു തലഭാഗം, അതായത് ഇത് മണ്ണിൻ്റെ ചട്ടി ആയിക്കൊണ്ട് ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ചെറിയ കുഞ്ഞതാ ഇത്രത്തോളം മതി നമുക്ക് എന്ത് ചെയ്യാൻ, പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ, വേര് പിടിപ്പിക്കാൻ നമുക്ക് ഇത്രത്തോളം മതി. അപ്പോൾ കുറേയൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഷേപ്പാക്കുന്നൊന്നുമില്ല, അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടെ ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കട്ടിങ്സ് ഇപ്പം തന്നെ ചെറുതായിട്ട് ഞാനൊന്ന് വെട്ടിയ പാടന്നെ നമുക്ക് ഇത്രത്തോളം കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഞാനിവിടെ ഞാനിപ്പോൾ കുറച്ച് പിന്നെ മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലതാ, സാധാ പൂഴിമണ്ണ്, കുറച്ച് ചകിരിച്ചോറാണ് എടുത്ത് വെച്ചത്. 2 കവർ ഓൾറെഡി ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. മുമ്പ് ഇതിലൊക്കെ ഒന്ന് കുത്തി കൊടുത്ത കേട്ടോ. ഇതൊക്കെ കുത്തി കൊടുത്തത് നല്ല രീതിക്ക് തന്നെ വേര് പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരേണ്ടില്ലതാ, നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി വേരുണ്ട്. ഞാൻ കാണിച്ചു തരാമെങ്കിൽ കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതൊരു കമ്പ് എടുത്തിട്ട്, അതായത് ഈ ഒരു കമ്പ് എടുത്തിട്ട് നമ്മളൊരു കവറിലിപ്പോൾ ഇങ്ങനെ നട്ടു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നട്ടു കൊടുത്തിട്ട് വേര് പിടിക്കും കേട്ടോ. ഇതിലെന്തൊക്കെയാണ് ചേർത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പക്ഷേ ഇങ്ങനെ നടുന്നേക്കാട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബോൾ ഷേപ്പിലാക്കണം. ഇതിപ്പോൾ ഉണ്ടാവും എന്തായാലും, ഈ ഒരു കട്ടിങ്സ് എന്തായാലും ഉണ്ടാവും. പക്ഷേ നമുക്കിത് ബോൾ ഷേപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കട്ടിങ്സ് ഒന്നിച്ചെടുക്കുക.
ഒന്നിച്ച് കുറച്ച് കട്ടിങ്സ് എടുക്കാം കേട്ടോ. ഒന്നിച്ച് കുറച്ച് കട്ടിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അത് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ റോൾസ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയാണ് എങ്ങനെ ഇട്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തില്ലേ, ഒന്ന് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കട്ടിങ്സ് വെച്ച് കൊടുക്കുക. അടുത്ത കട്ടിങ്സ് വെച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്നും കൂടി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4 എന്തായാലും ഇത് പിടിച്ച് കിട്ടുമോ. അപ്പോൾ ഇത് 4 കൂടി ഒരുമിച്ച് വളരുമ്പോഴാണ് നമുക്ക് ഇതൊന്ന് ബോൾ ഷേപ്പിലാക്കി നല്ല രീതിയിൽ വരാം. മറ്റേത് ബോൾ ഷേപ്പിലാക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കവറിലേക്ക് കുറച്ച് മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചിങ്ങനെ മണ്ണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ടതിന് ശേഷം അടിഭാഗത്ത് നമ്മൾ നല്ല രീതിക്ക് പൂഴിമണ്ണാണ് കേട്ടോ. മണൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചകിരിച്ചോറ് ഇതിലിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് ചകിരിച്ചോറാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു മണൽ ഇതിലിട്ട് കൊടുക്കുക. നല്ല പെട്ടെന്ന് വേരോടാൻ പറ്റുന്ന പൂഴിമണലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് വേരോടാൻ പറ്റും. കുറച്ചൊരു നനവുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ നട്ടപാട് നമ്മൾ നനച്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചകിരിച്ചോറിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വേരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓൾസ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഞാൻ വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും ഇട്ട് കൊടുത്തിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പ് മാത്രം നമ്മൾ നട്ട് കൊടുക്കണ്ട. അത് ഈ ഒരു കവറിൽ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നമുക്ക് 3, 4, 5 അല്ലെങ്കിൽ ഇതിനെക്കാളും വട്ടുള്ള ഗ്രോ ബാഗ് ആണെങ്കിൽ അല്ല ചട്ടിയാണെങ്കിൽ നമുക്കതിൽ ഒരു 4, 5, 6 നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നിച്ച് വളരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബോൾ ഷേപ്പിലാക്കി എടുക്കാനും പറ്റും. ഇനി അഥവാ ബോൾ ഷേപ്പിലാക്കുന്നില്ല, ഇതൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് നമുക്കിതിൽ നിന്ന് ഓരോന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെയിലെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, പെട്ടെന്ന് നല്ല രീതിക്ക് നമുക്ക് വേര് പിടിച്ച് കിട്ടുന്ന കേട്ടോ. ഇത് നമുക്കൊരു ഒരു കുഞ്ഞ് ഇത്രത്തോളം നമുക്ക് വൈറ്റ് അരേലി, അതായത് ഈ അരേലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേര് പിടിപ്പിച്ച് നമുക്ക് ഒരുപാട് ചട്ടിയിലേക്ക് ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചട്ടിയിലേക്ക് ആക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലവറിങ് പ്ലാന്റ്സിന് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ വളം കൊടുക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ വളം കൊടുക്കേണ്ട. ഇവർക്ക് മാസത്തിലൊരിക്കൽ നമുക്ക് ചാണകം പച്ചച്ചാണകം ഉണ്ടെങ്കിൽ കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി മാസത്തിൽ 1.5 മാസം കൂടുമ്പോഴാണ് ചെയ്യുന്നതെങ്കിലും ഇതിന് പ്രശ്നമില്ല. പിന്നെ ഇതിന് വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്, അത് വിചാരിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. സൺലൈറ്റ് ഇതിൻ്റെ കെയറിങ് ആണ് ഇത് ഞാൻ പറയുന്നത്. സൺലൈറ്റ് കിട്ടിയാലും മാത്രമേ ഇതിൻ്റെ വെരിക്കേറ്റഡ് ആയിട്ടുള്ള ഈ വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് ട്രിമ്മിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് എൻ്റെ വൈറ്റ് അരേലി അല്ലെങ്കിൽ വെരിക്കേറ്റ് അരേലിയുടെ കെയറിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മടി കൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.